നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് 3 യൂണിറ്റ് 8 കോമൺ എറേഴ്സ്. അപ്പൊ എന്താണ് നമ്മുടെ എറേഴ്സ് അല്ലെങ്കിൽ തെറ്റുകൾ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നതിൽ അതിന് ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പൊ ഇന്ത്യയെ പോലെ ഒരു മൾട്ടി ലിംഗ്വൽ കൺട്രിയിൽ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീഡിയമാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള. അത്രയും കോമൺ ആവുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സ്പീക്കേഴ്സ് ഉണ്ടാക്കുന്ന ചില കോമൺ എറേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ എറേഴ്സ് എന്ന് പറയുമ്പോൾ നൗൺസ്, ആഡ്ജക്റ്റീവ്സ്, വെർബ്സ്, ടെൻസസ്, ആർട്ടിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത് അതിൽ പെടും. ഇപ്പം എന്തൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്ന എറേഴ്സ്? ലാംഗ്വേജ് ലേണേഴ്സിനും സ്പീക്കേഴ്സിനും വരുന്ന എറേഴ്സ് എന്താണ്? ലാംഗ്വേജ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നൗൺസ് യൂസ് ചെയ്യുന്നതിലുള്ള എറർ. അപ്പൊ അതിൽ കോമൺ ആയിട്ടുള്ളത് സിനോണിംസ് യൂസ് ചെയ്യുന്നതിലെ മിസ്റ്റേക്സ് ആണ്. പിന്നെ സർട്ടൻ സ്ലാങ് വേർഡ്സും ഫ്രേസസും എല്ലാം ഫോർമൽ റൈറ്റിംഗിലും യൂസ് ചെയ്യുക എന്നുള്ള തെറ്റും സംഭവിക്കാറ് ഉണ്ട്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ സർക്കിൾ. അത് ഇൻകറക്റ്റ് ആണ്. നമ്മൾ പറയേണ്ടത് യു ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കിയേ. ഹി ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ സെന്റർ ഓഫ് ദ റോഡ്. പക്ഷെ അങ്ങനെയല്ല പറയേണ്ടത്, ഹി ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് എന്നാണ് പറയേണ്ടത്. ഇവിടെ സെന്റർ എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ എഡ്ജസിൽ നിന്ന് ഈക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ സെന്റർ എന്ന് വിളിക്കുന്നത്. മിഡിൽ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് ആണ് നമ്മൾ ഈ നോക്കിയ എക്സാമ്പിൾസിൽ കണ്ടത്. ഇനി കോസ് റീസൺ. അപ്പൊ ഇവിടെ നോക്കാം, ഷി ഹാസ് ഗുഡ് കോസ് ടു ബി ആംഗ്രി. അത് ഇൻകറക്റ്റ് ആണ്. പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷി ഹാസ് ഗുഡ് റീസൺ ടു ബി ആംഗ്രി എന്നാണ്. പിന്നെ ഇവിടെ ദ ജിയോളജിസ്റ്റ് were not able to explain the reasons for floods. അത് തെറ്റാണ്. The geologists were not able to explain the causes of floods ആണ് ശരി. ഇപ്പൊ കോസിന്റെയും റീസണിന്റെയും മീനിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ട് കൊണ്ടിരിക്കും. കോസ് എന്ന് പറയുന്നത് ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഇതാണ് കോസിന്റെ അർത്ഥം. റീസൺ എന്ന് പറയുന്നത് കോസിനെ ജസ്റ്റിഫൈ ചെയ്യും. Now let's talk about house and home. ഇവിടെ നോക്കുക, ഷീ ഹാസ് ഡിസൈഡഡ് ടു റെന്റ് എ ഹോം. അത് ഇൻകറക്റ്റ് ആണ്. ഷീ ഹാസ് ഡിസൈഡഡ് ടു റെന്റ് എ ഹൗസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇപ്പൊ അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ നോക്കാം. ഹി ബിൽറ്റ് എ ന്യൂ ഹോം. അത് ഇൻകറക്റ്റ് ആണ്. ഹി ബിൽറ്റ് എ ന്യൂ ഹൗസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ ഹൗസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ബിൽഡിങ്ങിനെ റെഫർ ചെയ്യും. ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി താമസിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഹോം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹാബിറ്റ്, കസ്റ്റം. ഹി ഹാസ് എ കസ്റ്റം ഓഫ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ് എന്നാണ് പറയേണ്ടത്. ഹാബിറ്റ് എന്ന് പറയുന്നത് ആളുടെ ആക്ടിവിറ്റീസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. കസ്റ്റം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയം, പോയട്രി. അപ്പൊ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് സ്റ്റുഡൻസ് ഹാവ് ടു ലേൺ ഓൾ ദീസ് 3 പോയട്രി. അത് ഇൻകറക്റ്റ്. കറക്റ്റ് ആയിട്ട് പറയുന്നത് സ്റ്റുഡൻസ് ഹാവ് ടു ലേൺ ഓൾ ദീസ് 3 പോയംസ് എന്നാണ്. പോയം എന്ന് പറയുന്നത് ഒരു സിംഗുലർ പീസ് ഓഫ് പോയട്രി ആണ്. പോയട്രി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോയംസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീൻ, സീനറി. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുക. ദ പോലീസ് ഇമ്മീഡിയറ്റ്ലി റഷ് ടു ദ ക്രൈം സീനറി. അത് ഇൻകറക്റ്റ് ആണ്. ദ പോലീസ് ഇമ്മീഡിയറ്റ്ലി റഷ് ടു ദ ക്രൈം സീൻ ആണ് കറക്റ്റ്. സീൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്ലേസിനെ പറ്റി പറയുന്നു. സീനറി എന്ന് പറയുന്നത് ജനറൽ സറൗണ്ടിങ്സിനെ പറ്റി പറയുന്നതാണ്. ഒരു റീജിയന്റെ ജനറൽ സറൗണ്ടിങ്സിനെ പറ്റി പറയുന്നതാണ്. ഇനി ഗ്രൗണ്ടും ഫ്ലോറും.
ഷീ ലെയ്ഡ് ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഷീ ലെയ്ഡ് ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഔട്ട്സൈഡിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത്. ഫ്ലോർ എന്ന് പറയുന്നത് റൂമിന്റെ സർഫസിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് റൂമും പ്ലേസും. ഇപ്പോൾ ഇസ് ദർ എനി പ്ലേസ് ഫോർ ദിസ് ചൈൽഡ് ഓൺ ദാറ്റ് ബെഞ്ച് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഇസ് ദർ എനി റൂം ഫോർ ദിസ് ചൈൽഡ് ഓൺ ദാറ്റ് ബെഞ്ച് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ ഈ സെന്റൻസിൽ റൂം എന്ന് പറയുന്നത് സ്പേസിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇനി പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുട്ട് ലെഗ്. അപ്പോൾ ഷീ ഹേർട്ട് ഹെർ ഫുട്ട് ഇൻ ദി ആക്സിഡന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഷീ ഹേർട്ട് ഹെർ ലെഗ് ഇൻ ദാറ്റ് ആക്സിഡന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഫുട്ട് എന്ന് പറയുന്നത് ആങ്കിളിന് താഴെയുള്ള ഹ്യൂമൻ ബോഡിയിലെ പാർട്ടാണ്. ലെഗ് എന്ന് പറയുന്നത് ഹിപ്പ് തൊട്ട് ആങ്കിളിന് തൊട്ട് മുകളിൽ വരെയുള്ള പാർട്ട് ആണ്. ഇനി ഫിംഗർ, ടോ. There are 5 fingers in my feet എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. There are 5 toes in my feet എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഫിംഗേഴ്സ് നമ്മൾ ഹാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ടോസ് എന്ന് പറയുന്നത് നമ്മൾ ഫുട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ആപ്പറ്റൈറ്റും ഡിസയറും. അപ്പൊ ഇവിടെ റഹീം ഹാസ് നോ ആപ്പറ്റൈറ്റ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. റഹീം ഹാസ് നോ ഡിസയർ ഫോർ മണി എന്ന് പറയുന്നതാണ് കറക്റ്റ്. പിന്നെ ഷി ഹാസ് ആൻ ഇൻസേഷ്യബിൾ ഡിസയർ ഫോർ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഷി ഹാസ് ആൻ ഇൻസേഷ്യബിൾ ഡിസയർ ആപ്പറ്റൈറ്റ് ഫോർ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ഡിസയർ ആണ്, ബട്ട് ഇറ്റ് മെയിൻലി ടോക്സ് അബൌട്ട് ഫുഡ്. ഡിസയർ എന്ന് പറയുന്ന ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ആംബിഷൻ ആണ്. ഇനി നെക്സ്റ്റ് cousin or cousin sister. My cousin sister is an entrepreneur എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. My cousin is an entrepreneur എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ കസിൻ ബ്രദർ ഇന്ത്യൻ സ്ലാങ് യൂസേജ് ആണ്. കസിൻ ആണ് ജെൻഡർ ന്യൂട്രൽ ടേം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീൻസ് ആണ്. ഇവിടെ നോക്കാം എക്സാമ്പിൾ. ഹർ മീൻസ് ഇസ് വെരി സ്മോൾ യെറ്റ് ഷീ ഫൈനാൻഷ്യലി സപ്പോർട്ട്സ് ഹർ മദർ. അത് ഇൻകറക്റ്റ് ആണ്. ഹർ മീൻസ് ആർ വെരി സ്മോൾ യെറ്റ് ഷീ ഫൈനാൻഷ്യലി സപ്പോർട്ട്സ് ഹർ മദർ എന്നാണ് കറക്റ്റ്. മീൻസിന് നൗൺ വെൽത്ത് അല്ലെങ്കിൽ ഇൻകമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഫിനോമിന ആണ് അടുത്തത്. The scientists predicted that some unusual phenomena is likely to happen today എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. The scientists predicted that some unusual phenomena are likely to happen today എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഫിനോമിന എന്ന ടേം പ്ലൂറൽ ആണ്, പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വേർബ്സ് യൂസ് ചെയ്യുന്നതിൽ വരുത്തുന്ന എറർ. വേർബ്സ് യൂസ് ചെയ്യുന്നതിൽ വരുത്തുന്ന എറർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് certain identical verbsന്റെ ഇൻകറക്റ്റ് യൂസേജ്, അതുപോലെ certain synonymsന്റെ ഇംപ്രോപ്പർ യൂസ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലുള്ള വേർബ്സിന്റെ റോങ് യൂസ്. അപ്പൊ ആദ്യത്തത് ലൈ, ലേ. ഇപ്പൊ ലൈ ഡൗൺ ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ലേ ഡൗൺ ദ ബ്ലാങ്കറ്റ് ഓൺ ദ ഫ്ലോർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ലൈ എന്ന് പറയുന്നത് റിക്ലൈൻ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാന്നാണ്. ലേ എന്ന് പറഞ്ഞാൽ പുട്ട് ചെയ്യുക. ലൈ ഒരു ഇൻട്രാൻസിറ്റീവ് വേർബ് ആണ്, അപ്പൊ അത് ഓബ്ജക്റ്റിനെ ടേക്ക് ചെയ്യില്ല. ലേ ഒരു ട്രാൻസിറ്റീവ് വേർബ് ആണ്, അതിന് ഓബ്ജക്റ്റ് ആവശ്യമുണ്ട്. ഇപ്പൊ ലൈ, ലേ, 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 ലേഡ്, ലേഡ്. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ലൈ എന്ന് ഉള്ളതിന്റെ മീനിങ് ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതും ഉണ്ട്. പിന്നെ ലൈ, ലൈഡ്, ലൈറ്റ്. എക്സാമ്പിൾ ഷീ ലൈറ്റ് ടു മീ. പിന്നെ ലേ എന്ന് പറയുന്നതിന് എക്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള മീനിങ് കൂടെ ഉണ്ട്. ദ ഹെൻ ലേസ് എക്സ്. പിന്നെ റൈസ്, റേസ് ആണ് നമ്മൾ എറേഴ്സ് വരുത്തുന്ന വേറൊരു കാര്യം. റൈസ് യുവർ ഹാൻഡ്സ് ടു ഷോ യുവർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. റേസ് യുവർ ഹാൻഡ്സ് ടു ഷോ യുവർ സപ്പോർട്ട് എന്ന് പറയുന്നതാണ് കറക്റ്റ്. റൈസ് എന്ന് പറയുന്നത് കം അപ്പ്, ഗോ അപ്പ്, ഗെറ്റ് അപ്പ് ഫ്രം ലൈങ് എന്നാണ് അതിന്റെ മീനിങ്, അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷൻ എന്നാണ് അതിന്റെ മീനിങ്.
റേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു ലിഫ്റ്റ് സംതിങ്. പിന്നെ ഹാങ്ഡ്, ഹങ്. The children hanged the chart on the wall എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. The children hung the chart on the wall എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഹാങ്ഡ് എന്ന് പറയുന്നത് ഡെത്ത് അല്ലെങ്കിൽ കില്ലിംഗ് ഓഫ് എ പേഴ്സൺ ബൈ ഹാങ്ങിങ് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വേറെ കേസുകളിൽ ഹുക്ക് വാളിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതിനൊക്കെ നമ്മൾ ഹങ് ആണ് യൂസ് ചെയ്യുക. പിന്നെ ബോറോ, ലെൻഡ്. ഐ വോണ്ട് ടു ലെൻഡ് എ ബുക്ക് ഫ്രം മൈ ടീച്ചർ, അത് ഇൻകറക്റ്റ് ആണ്. ഐ വോണ്ട് ടു ബോറോ എ ബുക്ക് ഫ്രം മൈ ടീച്ചർ ആണ് കറക്റ്റ്. പിന്നെ ഐ വിൽ ബോറോ യു മൈ പെൻ ഇൻകറക്റ്റ് ആണ്. ഐ വിൽ ലെൻഡ് യു മൈ പെൻ ആണ് കറക്റ്റ്. ബോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ടു ഒബ്റ്റെയിൻ സംതിങ് ഫ്രം സംവൺ ഫോർ എ പീരീഡ് ഓഫ് ടൈം. ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് സമയത്തിലേക്ക് വാങ്ങിക്കുക, അതാണ് ബോറോ. ലെൻഡ് എന്ന് പറയുന്നത് കൊടുക്കുക, വേറൊരാൾക്ക് കുറച്ച് സമയത്തിന് കൊടുക്കുക എന്നാണ് ലെൻഡിന്റെ അർത്ഥം. ഇനി സ്റ്റീൽ, റോബ്. someone robbed by money, അത് ഇൻകറക്റ്റ് ആണ്. someone stole my money ആണ് കറക്റ്റ്. the bank was stolen yesterday എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. the bank was robbed yesterday എന്ന് പറയുന്നതാണ് കറക്റ്റ്. സ്റ്റീലിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ എടുക്കുക എന്നുള്ളതാണ്. റോബ് എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് പ്ലേസിൽ നിന്നാണോ ആ സാധനം എടുത്തത് അവരിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിനൈ, റെഫ്യൂസ്. ദ പുവർ ലേഡി ഡിനൈഡ് ടു ടേക്ക് ദ ഫുഡ് ആൻഡ് മണി വി ഓഫേർഡ്, അത് ഇൻകറക്റ്റ് ആണ്. ദ പുവർ ലേഡി റെഫ്യൂസ് ടു ടേക്ക് ദ മണി ആൻഡ് ഫുഡ് വി ഓഫേർഡ് ആണ് കറക്റ്റ്. പിന്നെ ഹി റെഫ്യൂസ്ഡ് ദാറ്റ് ഹി വാസ് എ ക്രിമിനൽ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഹി ഡിനൈഡ് ദാറ്റ് ഹി വാസ് എ ക്രിമിനൽ എന്നതാണ് കറക്റ്റ്. റെഫ്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓഫർ ടേൺ ഡൗൺ ചെയ്യുക. ടു ഡിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ട്രൂ അല്ല എന്ന് പറയാം. ഇനി ഡിസ്കവർ, ഇൻവെന്റ്. ബട്ട് ടെലിഫോൺ വാസ് ഡിസ്കവേർഡ് ബൈ ഗ്രഹാം ബെൽ എന്നത് ഇൻകറക്റ്റ് ആണ്. ദ ടെലിഫോൺ വാസ് ഇൻവെന്റഡ് ബൈ ഗ്രഹാം ബെൽ ആണ് കറക്റ്റ്. ഇൻവെന്റ് എന്ന് പറഞ്ഞാല് പുതിയൊരു കാര്യം ഉണ്ടാക്കുക, ടു ക്രിയേറ്റ് സംതിങ് ന്യൂ. ഡിസ്കവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിക്കുക എന്നാണ് ഡിസ്കവറിന്റെ മീനിങ്. നെക്സ്റ്റ്, മെയ്ഡ് ഓഫ്, മെയ്ഡ് ഫ്രോം. അപ്പൊ അവിടെ ഷീ ഗിഫ്റ്റഡ് മീ എ നെക്ലേസ് മെയ്ഡ് ഫ്രം സിൽവർ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ഷീ ഗിഫ്റ്റഡ് മീ എ നെക്ലേസ് മെയ്ഡ് ഓഫ് സിൽവർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. ദ പേപ്പർ ഈസ് മെയ്ഡ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. ദ പേപ്പർ ഈസ് മെയ്ഡ് ഫ്രം ട്രീസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഒരു സബ്സ്റ്റൻസ് ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ഫോമിൽ നിന്ന് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ മെയ്ഡ് ഫ്രം യൂസ് ചെയ്യും. ആ മെറ്റീരിയൽ പക്ഷേ മേജർ ചേഞ്ച് അണ്ടർഗോൺ ചെയ്തിട്ടില്ലെങ്കിൽ മെയ്ഡ് ഓഫ് യൂസ് ചെയ്യും. പിന്നെ ഡ്രൗൺ ആൻഡ് സിങ്ക്. ദി ഓൾഡ് മാൻ വാസ് സങ്ക് ഇൻ ദ റിവർ ഇൻകറക്റ്റ് ആണ്. ദി ഓൾഡ് മാൻ വാസ് ഡ്രൗൺഡ് ഇൻ ദ റിവർ എന്ന് പറയുന്നതാണ് കറക്റ്റ്. They saw a ship drowning in the sea എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. They saw a ship sinking in the sea എന്ന് പറയുന്നതാണ് കറക്റ്റ്. ടു ഡ്രൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ വാട്ടറിൽ കുറെ നേരം കിടന്നത് കാരണം സഫക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക. സിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇറ്റ് മീൻസ് ടു ഗോ ബിലോ ദി വാട്ടേഴ്സ് സർഫസ്. പിന്നെ ഫ്ലോ, ഫ്ലോഡ്. All the birds had flowed away from the field, അത് ഇൻകറക്റ്റ് ആണ്. All the birds had flown away from the field എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഫ്ലോൺ എന്ന് പറയുന്നത് ഫ്ലൈയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഫ്ലോഡ് എന്ന് പറയുന്നത് ഫ്ലോയിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ, ഫ്ലോ, ഫ്ലോഡ്, ഫ്ലോ. ഇനി അഗ്രി ആൻഡ് ആക്സെപ്റ്റ്. They agreed our gifts, ഇൻകറക്റ്റ് ആണ്. They accepted our gifts ആണ് കറക്റ്റ്. They accepted to come with us, ഇൻകറക്റ്റ് ആണ്. They agreed to come with us ആണ് കറക്റ്റ്. ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ചെയ്ത അല്ലെങ്കിൽ നമുക്ക് തന്ന എന്തെങ്കിലും ഒരു കാര്യം റിസീവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ആക്സെപ്റ്റ് എന്ന് പറയുക. അഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേറൊരാള് പറഞ്ഞ ഒപ്പീനിയനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കും അതേ അഭിപ്രായമാണെന്ന് പറയാം.
ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന 2 എക്സാമ്പിൾസ് നോക്കുക. ഐ വോണ്ട് ദാറ്റ് യു ഷുഡ് ബേക്ക് സം കുക്കീസ്. അത് ഇൻകറക്റ്റ് ആണ്. ഐ വോണ്ട് യു ടു ബേക്ക് സം കുക്കീസ് ആണ് കറക്റ്റ്. ദാറ്റ് നമ്മൾ വോണ്ടിന്റെ കൂടെ യൂസ് ചെയ്യാറില്ല. വെർബ് വോണ്ടിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഷീ സജസ്റ്റഡ് ദം ടു വാച്ച് എ ഫിലിം ഇൻകറക്റ്റ് ആണ്. ഷീ സജസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് വാച്ച് എ ഫിലിം ആണ് കറക്റ്റ്. സജസ്റ്റ് എന്ന വെർബ് ടു ഇൻഫിനിറ്റീവിന്റെ കൂടെ യൂസ് ചെയ്യില്ല, പക്ഷെ ദാറ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. വി എൻജോയ് ടു പ്ലേ ഫുട്ബോൾ ഇൻകറക്റ്റ് ആണ്. വി എൻജോയ് പ്ലേയിങ് ഫുട്ബോൾ ആണ് കറക്റ്റ്. എൻജോയ് എന്ന വെർബ് ING ഫോം ആണ് കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. സോറി, ING ഫോം ആണ് എൻജോയുടെ കൂടെ വരേണ്ടത്, ടു ഇൻഫിനിറ്റീവ് അല്ല. ദേ മെയ്ഡ് ഹെർ ക്ലീൻ ദ ടേബിൾ ഇൻകറക്റ്റ് ആണ്. They made her clean the table ആണ് കറക്റ്റ്. അപ്പൊ മേക്കിന് ശേഷം നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ the villagers called him a wizard. അത് the villagers called him as a wizard. അത് ഇൻകറക്റ്റ് ആണ്. The villagers called him a wizard എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Call എന്ന വെർബ് നമ്മൾ is not followed by us. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നതിന് വരുന്ന എറേഴ്സ് ആണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ആഡ്ജക്റ്റീവ്സിന്റെ കേസിൽ കൂടുതലായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തത് യൂസ് ഓഫ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. Of my 2 daughters, Geeta is the most brilliant. Of my 2 daughters, Geeta is more brilliant. അപ്പൊ ആദ്യത്തത് തെറ്റാണ്, രണ്ടാമത്തതാണ് ശരി. രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി യൂസ് ഓഫ് ഡബിൾ കമ്പാരിറ്റീവ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ്. ഹി ഈസ് മോർ ടോളർ ദാൻ ഹിസ് ഫ്രണ്ട് ഇൻകറക്റ്റ് ആണ്. ഹി ഈസ് ടോളർ ദാൻ ഹിസ് ഫ്രണ്ട് ആണ് കറക്റ്റ്. സച്ചിൻ is selected as the most best cricket player ഇൻകറക്റ്റ് ആണ്. സച്ചിൻ is selected as the best cricket player ആണ് കറക്റ്റ്. പിന്നെ അതർ യൂസ് ചെയ്യുന്നത് വരുന്ന മിസ്റ്റേക്ക്. സീമ ഈസ് ക്ലെവറർ ദാൻ എനി ഗേൾ ഇൻ ഹെർ ക്ലാസ്. അത് ഇൻകറക്റ്റ് ആണ്. സീമ ഈസ് ക്ലെവറർ ദാൻ എനി അതർ ഗേൾ ഇൻ ഹെർ ക്ലാസ് ആണ് കറക്റ്റ്. നോ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് ക്ലെവർ ആസ് സീമ. അത് ഇൻകറക്റ്റ് ആണ്. നോ അതർ ഗേൾ ഇൻ ദ ക്ലാസ് ഈസ് ആസ് ക്ലെവർ ആസ് സീമ ആണ് കറക്റ്റ്. ഇനി ഓള് എനിക്ക് പകരം യൂസ് ചെയ്യാം. സീമ ഈസ് ദ ക്ലെവറസ്റ്റ് ഓഫ് എനി ഗേൾസ് ഇൻ ദ ക്ലാസ്. അത് ഇൻകറക്റ്റ് ആണ്. സീമ ഈസ് ദ ക്ലെവറസ്റ്റ് ഓഫ് ഓൾ ഗേൾസ് ഇൻ ദ ക്ലാസ്. ദാറ്റ് ഇസ് കറക്റ്റ്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി. ദ കോസ്റ്റ് ഓഫ് ദ മാംഗോസ് ഇസ് ഹയർ ദാൻ ഓറഞ്ചസ്. അത് ഇൻകറക്റ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് ദ മാംഗോസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓറഞ്ചസ് ആണ് കറക്റ്റ്. പിന്നെ ദ മൗണ്ടൻസ് ഓഫ് സൗത്ത് ഇന്ത്യ ആർ ഹയർ ദാൻ ദ നോർത്ത് ഇന്ത്യൻ മൗണ്ടൻസ്. അത് ഇൻകറക്റ്റ് ആണ്. The mountains in the South India are higher than those of the North Indian mountains ആണ് കറക്റ്റ്. ഇനി ആഡ്വേർബ്സ് യൂസ് ചെയ്യുന്നതിന് വരുന്ന എറേഴ്സ് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ റോങ് യൂസ് ഓഫ് certain adverbs with almost the same meaning. ഇപ്പൊ ഫസ്റ്റത്തെ നോക്കാം. വെരി ടു. The sand in the desert is too hot. അത് ഇൻകറക്റ്റ് ആണ്. The sand in the desert is very hot ആണ് കറക്റ്റ്. The tea is very hot to drink. ഇൻകറക്റ്റ് ആണ്. The tea is too hot to drink ആണ് കറക്റ്റ്. വെരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സീഡിംഗ്ലി ആണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് സജസ്റ്റ് ഹയർ ഡിഗ്രി ഓഫ് സംതിങ്. ടു സജസ്റ്റ് ചെയ്യുന്നത് സംതിങ് ഇസ് മോർ ദാൻ ഇനഫ് എന്ന് ആണ്. ഇനി വെരി മച്ച്. മൈ സൺ ഈസ് മച്ച് ഹാപ്പി. അത് ഇൻകറക്റ്റ് ആണ്. മൈ സൺ ഈസ് വെരി ഹാപ്പി ആണ് കറക്റ്റ്. ഇനി ബിഫോർ എഗോ. ഗോപാൽ മെറ്റ് ഹിസ് സൺ ബിഫോർ 1 month. ഗോപാൽ മെറ്റ് ഹിസ് ഫ്രണ്ട് ബിഫോർ 1 month. അത് ഇൻകറക്റ്റ് ആണ്. ഗോപാൽ മെറ്റ് ഹിസ് ഫ്രണ്ട് 1 month ago ആണ് കറക്റ്റ്. ബിഫോർ അഗോയും പാസ്റ്റ് ടൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ അഗോ പാസ്റ്റിലെ ഒരു പോയിന്റിനെ പറ്റി പറയുന്നത് വിത്ത് റെഫറൻസ് ടു ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്. ബിഫോർ പറയുന്നത് ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ പോയിന്റ് ഇൻ ദ
past, preceding the time of any specific event or action. ഇനി hardly. She worked hardly to get the scholarship. Incorrect ആണ്. She worked hard to get the scholarship ആണ് correct. Hard എന്ന് പറയുന്നത് something that is done heavily or severely. Hardly എന്ന് പറയുന്നത് almost none at all എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി fairlyയും ratherഉം. The competition was fairly difficult. അത് incorrect ആണ്. The competition was rather difficult ആണ് correct. Fairly നമ്മൾ സാധാരണ പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻസിലാണ് യൂസ് ചെയ്യുക. rather പക്ഷെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻസിൽ നമ്മൾ യൂസ് ചെയ്യും. ഇനി lately, late. He always comes home lately. Incorrect ആണ്. He always comes home late ആണ് correct. Lately means recently. Late എന്ന് പറയുന്നത് earlyയുടെ opposite ആണ്. ഇനി still yet. She is yet sleeping in her room. Incorrect ആണ്. She is still sleeping in her room ആണ് correct. Still എന്ന് പറയുന്നത് പാസ്റ്റിൽ തുടങ്ങി പ്രസന്റിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റിയിട്ട് പറയാനാണ് സ്റ്റില് യൂസ് ചെയ്യുന്നത്. യെറ്റ് എന്ന് ഇത് യൂസ് ചെയ്യുന്നത് സൂൺ ഹാപ്പൻ ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. പക്ഷെ ആ ആക്ഷൻ ഇതുവരെ ഹാപ്പൻ ചെയ്തിട്ടില്ല. ഇനി പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് എന്തൊക്കെയാണ്? അപ്പൊ ആദ്യത്തത് റിസംബ്ലൻസും റിസംബിൾസും. The child has a great resemblance with his father. Incorrect ആണ്. Child has great resemblance to its father ആണ് correct. അപ്പൊ പ്രിപ്പോസിഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മെയിൻ എറേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകറക്റ്റ് യൂസ് ഓഫ് പ്രിപ്പോസിഷൻസ് ആഫ്റ്റർ നൗൺസ്, വെർബ്സ് ഓർ ആഡ്ജക്റ്റീവ്സ്. ഇവിടെ നമ്മൾ റിസംബിൾസിന്റെ കേസിൽ അത് കാണാനായിട്ട് പറ്റും. She resembles to her mother. Incorrect ആണ്. She resembles her mother ആണ് correct. Resemblance എന്ന് പറയുന്നതിനെ ഫോളോ ചെയ്തിട്ടാണ് പ്രിപ്പോസിഷൻ വരിക. റിസംബിൾസിന് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യില്ല. പ്രൈഡ്, പ്രൗഡ്. I am very proud of you. Incorrect ആണ്. I am very proud of you ആണ് കറക്റ്റ്. പ്രൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അച്ചീവ്മെന്റിനായാലും ഫീൽ ചെയ്യുന്ന പ്രഷർ. പ്രൗഡ് എന്ന് പറഞ്ഞാൽ ദ ഫീലിംഗ് ഓഫ് പ്രൈഡ്. പ്രൈഡ് നമുക്ക് നൗൺ ആയിട്ടും വെർബായിട്ടും യൂസ് ചെയ്യാമെങ്കിലും പ്രൗഡ് നമ്മൾ ആഡ്ജക്റ്റീവ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. യൂസേജ് ഇങ്ങനെയാണ്: പ്രൈഡ് പ്ലസ് IN, പ്രൗഡ് പ്ലസ് ഓഫ്. ഇനി സ്യൂട്ടബിൾ ഫോർ. The white gown is suitable with her wedding. Incorrect ആണ്. The white gown is suitable for her wedding ആണ് correct. Suitable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒക്കേഷൻ അപ്രോപ്രിയേറ്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി glanced at, glanced over. The stranger glanced over me. Incorrect ആണ്. The stranger glanced at me ആണ് correct. Glanced at someone, glanced over something. ഇനി fond of, fondness for. The children are fond for watching the cartoon. Incorrect ആണ്. The children are fond of watching the cartoon ആണ് correct. She has a fondness of jewels. Incorrect ആണ്. She has a fondness for jewels ആണ് correct. She has a fondness of jewels. Incorrect ആണ്. Adjective fond സാധാരണ പ്രിപ്പോസിഷൻ ഓഫ് ആണ് അതിനുശേഷം യൂസ് ചെയ്യുക. ഫോണ്ട്നെസ്സിന് ശേഷം ഫോർ ആണ് യൂസ് ചെയ്യുക. ഫോണ്ട് ഓഫ് സംതിങ്, ഫോണ്ട്നെസ് ഫോർ സംതിങ്. ഇനി ഡിസ്കസ്. They discussed about the matter with our principal. Incorrect ആണ്. They discussed the matter with our principal ആണ് correct. Enter, enter into. The bride entered into the auditorium. Incorrect ആണ്. The bride entered the auditorium ആണ് correct. Enter എന്ന് പറഞ്ഞാൽ go into. Enter into എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to be a part of or involved in an agreement or conversation. ഇനി attend, attend to. So we attended to the seminar organized by the panchayat. Incorrect ആണ്. We attended the seminar organized by the panchayat ആണ് correct. Attend എന്ന് പറഞ്ഞാൽ അവിടെ പ്രസന്റ് ആയിരിക്കും. അറ്റൻഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റൻഷൻ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതിന്റെ എറേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തത് ഇൻകറക്റ്റ് സീക്വൻസ് ഓഫ് ടെൻസ്. മെർലിൻ ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ്. ഇൻകറക്റ്റ് ആണ്. മെർലിൻ ആസ്ക്ഡ് മീ വേർ ഐ ആം ഗോയിങ്. ഇൻകറക്റ്റ് ആണ്. മെർലിൻ ആസ്ക്ഡ് മീ വേർ ഐ വാസ് ഗോയിങ് കറക്റ്റ് ആണ്. മെയിൻ ക്ലോസിലെ വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ
സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ റൂൾ പക്ഷെ പെർമനന്റ് ഫാക്ട്സും വേർബ്സ് വിത്തിൻ കൊട്ടേഷൻസിനും അപ്ലിക്കബിൾ അല്ല. പിന്നെ വരുന്നത് ഇൻകറക്റ്റ് യൂസ് ഓഫ് വിൽ ഇൻസ്റ്റെഡ് ഓഫ് വുഡ്. സബോർഡിനേറ്റ് ക്ലോസിൽ വുഡിന് പകരം വില്ല് യൂസ് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ക്ലോസിലെ വെർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വില്ല് വുഡായിട്ട് മാറ്റണം നമ്മൾ സബോർഡിനേറ്റ് ക്ലോസിൽ. പിന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന് ടു ഇൻഫിനിറ്റീവിന്റെ കൂടെ യൂസ് ചെയ്യാം. They tried to caught some fish from the pond. Incorrect ആണ്. They tried to catch some fish from the pond ആണ് കറക്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ടു ഇൻഫിനിറ്റീവിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് അല്ല. പിന്നെ ഇൻകറക്റ്റ് യൂസ് ഓഫ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻസ്റ്റെഡ് ഓഫ് incorrect use of present continuous tense instead of simple present tense. He is playing hockey every day. Incorrect ആണ്. He plays hockey every day ആണ് കറക്റ്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഹാബിച്വൽ ആക്ഷൻ കാണിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന് പകരം യൂസ് ചെയ്യാം. ഐ ഹാവ് മെറ്റ് ഹർ യെസ്റ്റർഡേ ഇൻകറക്റ്റ് ആണ്. ഐ മെറ്റ് ഹർ യെസ്റ്റർഡേ ആണ് കറക്റ്റ്. യെസ്റ്റർഡേ എന്നുള്ളത് ടൈം വേർഡ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ ടൈം വേർഡ് ആയതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതാണ് കറക്റ്റ്. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പകരം യൂസ് ചെയ്യാം. വി ആർ വർക്കിംഗ് ടുഗദർ സിൻസ് 2015 ഇൻകറക്റ്റ് ആണ്. വി ഹാവ് ബീൻ വർക്കിംഗ് ടുഗദർ സിൻസ് 2015 ആണ് കറക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് സിൻസ് ഫോർ ഹൗ ലോങ്. പിന്നെ ഫ്യൂച്ചർ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിന് പകരം യൂസ് ചെയ്യാം. വി ഷാൽ മീറ്റ് ഹിം വെൻ വി വിൽ ഗോ ടു ലണ്ടൻ അത് ഇൻകറക്റ്റ് ആണ്. വി ഷാൽ മീറ്റ് ഹിം വെൻ വി ഗോ ടു ലണ്ടൻ ആണ് കറക്റ്റ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഫ്യൂച്ചർ ടെൻസ് സബോർഡിനേറ്റ് ക്ലോസിന്റെ കൂടെ യൂസ് ചെയ്യാം വിച്ച് റെഫർ ടു ഫ്യൂച്ചർ ആക്ഷൻസ്. പിന്നെ ഐ വിഷ് ഐ ഹാവ് എ ലാപ്ടോപ്പ് ഇൻകറക്റ്റ് ആണ്. ഐ വിഷ് ഐ ഹാഡ് എ ലാപ്ടോപ്പ് ആണ് കറക്റ്റ്. ഒരു അൺറിയൽ സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പാസ്റ്റ് സബ്ജക്റ്റീവ് ആണ് വിഷ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഐ വുഡ് ക്വിറ്റ് ഇഫ് ഐ ആം യു ഇൻകറക്റ്റ് ആണ്. ഐ വുഡ് ക്വിറ്റ് ഇഫ് ഐ വേർ യു ആണ് കറക്റ്റ്. ഇമാജിനറി അല്ലെങ്കിൽ ഒരു അൺറിയൽ സിറ്റുവേഷൻ ഇഫ് ക്ലോസിൽ കാണിക്കാനായിട്ട് പാസ്റ്റ് സബ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ടൈം വി ലീവ് ദിസ് വില്ലേജ് ഇൻകറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ടൈം വി ലെഫ്റ്റ് ദ വില്ലേജ് ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് ടൈം പ്ലസ് സബ്ജക്ട് പ്ലസ് പാസ്റ്റ് വെർബ് എന്ന യൂസേജിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രസന്റ് മൊമെന്റ് ബട്ട് ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി ലേറ്റ്. ഇനി ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നതിൽ വരുന്ന തെറ്റുകളാണ്. ജനറൽ റൂൾസ് ഉണ്ട് ആൻഡ് ദ യൂസ് ചെയ്യാനായിട്ട്, പക്ഷെ അവിടെ ചില എക്സെപ്ഷൻ കേസസും ഉണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ യൂസിൽ എറേഴ്സ് പലപ്പോഴും പെക്യുലിയർ കേസിൽ അത് റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് വരുന്നത്. ഡു യു ബിലീവ് ഇൻ ദ ഗോഡ് ഇൻകറക്റ്റ് ആണ്. ഡു യു ബിലീവ് ഇൻ ഗോഡ് ആണ് കറക്റ്റ്. ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഹെവൻ ഹെൽ നേച്ചർ സ്പേസ് ഗോഡ് പാരഡൈസിനൊന്നും മുൻപ് യൂസ് ചെയ്യില്ല. ഹിമാലയാസ് ആർ എ ടൈപ്പ് ഓഫ് ഫോൾഡ് മൗണ്ടൻസ് ഇൻകറക്റ്റ് ആണ്. ദ ഹിമാലയാസ് ആർ എ ടൈപ്പ് ഓഫ് ഫോൾഡ് മൗണ്ടൻസ് ആണ് കറക്റ്റ്. ദ എവറസ്റ്റ് ഇസ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഇൻകറക്റ്റ് ആണ്. എവറസ്റ്റ് ഇസ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ് കറക്റ്റ്. ദ എന്ന് പറയുന്നത് മൗണ്ടൻ റേഞ്ചസിന്റെയും ഐലൻഡ് ഗ്രൂപ്പ്സിന്റെയും പേരിന് മുന്നിൽ യൂസ് ചെയ്യും. ദ ഒരു സിംഗിൾ മൗണ്ടന്റെയോ ഐലൻഡിന്റെയോ പീക്കിന്റെയോ ഹില്ലിന്റെയോ പേരിന് മുന്നിൽ യൂസ് ചെയ്യില്ല. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ഇന്ത്യ ഇൻകറക്റ്റ് ആണ്. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ്. കൺട്രീസിന്റെയോ പ്ലേസിന്റെയോ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യില്ല. പക്ഷെ കിങ്ഡം, റിപ്പബ്ലിക്, പിന്നെ അതേപോലെ സ്മോളർ യൂണിറ്റ്സ് കൊണ്ട് ഫോം ചെയ്ത കൺട്രീസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള കൺട്രീസിന്റെ മുന്നിൽ നമ്മൾ ദ യൂസ് ചെയ്യും. ഹി പ്ലേഡ് ഗിത്താർ ഫോർ ദ ചിൽഡ്രൻ ഇൻകറക്റ്റ് ആണ്. ഹി പ്ലേഡ് ദ ഗിത്താർ ഫോർ ദ ചിൽഡ്രൻ ആണ് കറക്റ്റ്. ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരിന് മുൻപ് യൂസ് ചെയ്യും. ഐ ലൈക്ക് ടു പ്ലേ ദ ഫുട്ബോൾ ഡെയിലി ഇൻകറക്റ്റ് ആണ്. ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ഡെയിലി ആണ് കറക്റ്റ്. ദ ഗെയിംസിന്റെ പേരിന്റെ മുന്നിൽ യൂസ് ചെയ്യില്ല. ഷീ ഈസ് ലേണിംഗ് ദ കന്നഡ ഇൻകറക്റ്റ് ആണ്. ഷീ ഈസ് ലേണിംഗ് കന്നഡ ആണ് കറക്റ്റ്. ഷീ ഈസ് ലേണിംഗ് കന്നഡ ലാംഗ്വേജ് ഇൻകറക്റ്റ് ആണ്. ഷീ ഈസ് ലേണിംഗ് ദ കന്നഡ ലാംഗ്വേജ് കറക്റ്റ് ആണ്. ദ എന്ന് പറയുന്നത് ലാംഗ്വേജസിന്റെ പേരിന് മുന്നിൽ യൂസ് ചെയ്യാറില്ല. പക്ഷെ നെയിം ഓഫ് ദ ലാംഗ്വേജ്
followed by the word language. അങ്ങനെയാണ് വരുന്നതെങ്കിൽ the യൂസ് ചെയ്യും. The gold is a good conductor of electricity. Incorrect ആണ്. Gold is a good conductor of electricity ആണ് correct. ഇപ്പോൾ നെയിംസ് ഓഫ് മെറ്റൽസിന്റെ മുന്നിൽ the യൂസ് ചെയ്യില്ല. അത് ജനറൽ സെൻസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. പക്ഷെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് മെറ്റലിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ the യൂസ് ചെയ്യും. The lunch will be served at noon. Incorrect ആണ്. Lunch will be served at noon ആണ് correct. Lunch she prepared will be served at noon. Incorrect ആണ്. The lunch she prepared will be served at noon ആണ് correct. The names of meals ന്റെ മുന്നിൽ യൂസ് ചെയ്യാറില്ല unless it is specified. He was admitted to the hospital last week. Incorrect ആണ്. He was admitted to hospital last week ആണ് correct. The ചർച്ച്, സ്കൂൾ, കോളേജ് പോലെയുള്ള നൗൺസിന് മുന്നിൽ the നമ്മൾ യൂസ് ചെയ്യാറില്ല. When they are used for the primary purpose for which they are constructed. അത് കൺസ്ട്രക്ട് ചെയ്ത് എന്തിനാണോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ the യൂസ് ചെയ്യാറില്ല. He is an European. Incorrect ആണ്. He is a European ആണ് correct. And വവൽ സൗണ്ടിന് മുൻപിലാണ് യൂസ് ചെയ്യുക, a കോൺസണന്റ് സൗണ്ടിന് മുന്നിലാണ്. പക്ഷെ യൂറോപ്യൻ, യൂണിറ്റ്, യൂണിവേഴ്സിറ്റി, യാർഡ്, ഇയർ, യൂണിയൻ പോലുള്ള വാക്കുകൾക്ക് തുടക്കം കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് റീക്യാപ്പ്. വി മേക്ക് വേരിയസ് കൈൻഡ്സ് ഓഫ് എറേഴ്സ് വെൻ വി യൂസ് ലാംഗ്വേജ്. There are errors in use of nouns, errors in use of verbs, errors in use of adjectives, errors in use of adverbs, errors in use of preposition, errors in use of tense, and errors in use of articles. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള എറേഴ്സ് ആണ് വരുത്തുന്നതെന്നും അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് I have read a dash written by Browning. Poem written by Browning. 2. He is not able to quit his custom or habit of telling lies. അവിടെ ആൻസർ വരിക ഹാബിറ്റ് ആണ്. പിന്നെ the judge ordered that the criminal should be hung അല്ലെങ്കിൽ hanged. Hanged ആണ് അവിടെ വരുന്നത്. Mr. Shah's shop was dash yesterday. അപ്പോൾ മിസ്റ്റർ ഷാസ് ഷോപ്പിനാണ് എംഫസിസ്. അപ്പോൾ അവിടെ റോബ്ഡ് എന്നാണ് കൊടുക്കേണ്ടത്. These shoes are dash leather. മെയ്ഡ് ഓഫ് ലെതർ ആണോ മെയ്ഡ് ഫ്രം ലെതർ എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലെതർ. പിന്നെ നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. സ്പോട്ട് ദ എറർ. ദ ചീറ്റ റൺസ് മോർ ഫാസ്റ്റർ ദാൻ ദ ഡിയർ. ദ ചീറ്റ റൺസ് ഫാസ്റ്റർ ദാൻ ദ ഡിയർ. I found guitar she lost at the studio. I found the guitar she lost at the studio. She is an European അല്ല, she is a European. Telangana is a state of the India. Telangana is a state of India. I prayed to the God. I prayed to God. Thank you.